പച്ചമരെ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ തറയിൽക്കൂടെയുള്ള ഡ്രെയിനേജിന്റെ വർക്കാണ്. നമുക്കിത് ഇവിടെ നമുക്ക് 3 ബാത്റൂമാണ് ഉള്ളത്. ഇതൊരു ഡ്രെയിനേജിന്റെ ലൈന്, ഈ ഡ്രെയിനേജ് ലൈന് ഇവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് മൾട്ടി ഒരു മാനോളി ഇട്ടാണ് നമ്മൾ തറയിലൂടെ ഡ്രെയിനേജിന്റെ ലൈൻ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ വേസ്റ്റിന്റെ 3 ലൈനുണ്ട്. വേസ്റ്റിന്റെ നമ്മൾ കുളിക്കുന്ന വെള്ളം 3 ഉണ്ട് ബാത്റൂം വേസ്റ്റ്. അത് നമ്മളിവിടെ ഒരു പീട്രാപ്പ് വെച്ചാണ് നമ്മൾ തറയിൽ കൂടെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വർക്ക് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം. ചാലെടുക്കുകയാണ്. ചാലെടുത്തിട്ട് നമ്മള് വാട്ടർ ലെവലൊക്കെ നോക്കിയ ശേഷമാണ് പൈപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ ചാലെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മീറ്റർ ഗ്യാപ്പിൽ ഇതുപോലെ കോൺക്രീറ്റ് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ചാല് ആക്കിയിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ വാട്ടർ ലെവൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഇതേപോലെ കമ്പി അടിക്കുന്നത്. കമ്പി അടിച്ച് നമ്മൾ ചെണ്ട് കെട്ടിയതിന് ശേഷം വാട്ടർ ലെവൽ നോക്കും. നമ്മൾ 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ സ്ലോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മട്ട കൊടുക്കുകയാണ്. ആദ്യം ഈ മട്ട നമ്മൾ എല്ലാ കമ്പനിയിലും മാർക്ക് ചെയ്യും. നൂലടിക്കാം. നമ്മൾ ഈ കാണുമ്പോൾ കമ്പനിയിലെല്ലാം നമ്മൾ മട്ടത്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഇതേപോലെ ഒരു ചരട് കെട്ടേണ്ട. നോക്കി നട നമ്മൾ ഈ കാണുമ്പോൾ ഇപ്പം എല്ലാം ഒരേ മട്ടത്തിന് ഇതേപോലെ ചരടെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഓരോ മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ചാലിൽ തന്നെ താഴ്ന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നതിന് ഇവിടെ വരുമ്പോൾ ഓരോ സെൻറ്റ് കുറഞ്ഞാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ ആദ്യം തറയെ കുറച്ച് വെള്ളം നനച്ച് നോക്കിയത് കോൺക്രീറ്റ് ഇടുന്ന മുമ്പ്. നമ്മളിവിടെ അവസാനത്തെ ചാലിലാണ് ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സെൻറ്റിമീറ്റർ കൂട്ടിയാണ് പോകുന്നത്. നമ്മൾ
നോക്കിട്ടെടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇതേപോലെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ സ്ലോപ്പ് എന്ന രീതിക്കാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, ഇത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു മൾട്ടി ഒയ് ആണ്. ഈ ചേമ്പർ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡ്രെയിനേജ് ലൈനും അതുപോലെ ഈ ഡ്രെയിനേജ് ലൈനും ഇവിടെ 45 ഇട്ട് ഇവിടെ ഡോറൽ ബെഡ് കൊടുക്കും. പിന്നെ ഈ നേരെ കാണുന്ന സ്ട്രൈറ്റ് ഉള്ളത് ആ ഡ്രെയിനേജ് ലൈനും കൊടുക്കും. അങ്ങനെയാണ് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. കൊള്ളാം, 183 ഇഞ്ച്. ഓക്കെ, അനീഷ ഗ്യാപ്പ് ഉണ്ടോ അവിടെ? അടുത്തടുത്തോ ഇല്ലേ? അവിടെ 152. അപ്പോൾ നമ്മളിവിടെ ഒരു പീ ട്രാപ്പാണ് അടുത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിൽ തന്നെ 3 ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ 3 ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 4 ഇഞ്ചായിട്ടാണ് പോകുന്നത്. ഇതേപോലെ PVC ഒരു പീ ട്രാപ്പാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രെയിനേജിൻ്റെ വേസ്റ്റിന് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ട സപ്പോർട്ടിൻ്റെ പുറത്തൂടെ നമ്മൾ ഒന്നുകൂടെ കോൺക്രീറ്റ് ഇറക്കി കൊടുത്ത് പൈപ്പിലെല്ലാം കറക്റ്റ് പാക്ക് ചെയ്യാണ്. അപ്പോൾ പൈപ്പെല്ലാം നമ്മൾ നേരത്തെ വെച്ചതുകൊണ്ട് തന്നെ കറക്റ്റ് എല്ലാം ടച്ചായി നിൽക്കുകയാണ്. നല്ല സ്ലോപ്പും ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള സ്ലോപ്പും ഉണ്ട്. ഇനി ഇതിൽ മണ്ണിട്ടാൽ മാത്രമേ ഇനി ആ സൈഡിലുള്ള മണ്ണ് വെട്ടി ഇതിൻ്റെ പുറത്തിടാൻ പറ്റും. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഈ കാണും പോലെ നമ്മൾ ഡ്രെയിനേജ് ലൈനും വേസ്റ്റ് ലൈനെല്ലാം നമ്മളിതുപോലെ പാക്കിങ് കൂടി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്യാനുള്ളത് ഈ ഒരു ഡ്രെയിനേജ് ലൈൻ ഇവിടെ കണക്ട് ചെയ്യണം. അതുപോലെ ഈ ഡ്രെയിനേജ് ലൈനുണ്ട്, പിന്നെ ഈ കാണുന്ന ഡ്രെയിനേജ് ലൈൻ. ഇനി മാനുവലെല്ലാം കണക്ട് ചെയ്യണം. ഇനി വർക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഈ കാണുമ്പോൾ ഡ്രെയിനേജിൻ്റെ വേസ്റ്റ് ലൈന് നമ്മൾ അവിടം വരെ ചെയ്ത് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കെല്ലാം കോൺക്രീറ്റ് എല്ലാം കൊടുത്ത് നല്ല സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഇവിടെ നമുക്ക് വേസ്റ്റ് ലൈൻ വരുമ്പോൾ നമുക്ക് പുറത്തോട്ട് നമ്മൾ 6 ഇഞ്ച് പൈപ്പാണ് ചെയ്യുന്നത്. അതിൽ ഈ 3 ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ മാനുവൽ ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് ഒയ് ആണ്. അതൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ഷോർട്ട് ബെൻഡൊക്കെ ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ബാത്റൂം, ഇതുപോലെ ഇത് വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ബാത്റൂം. ഇവിടെ 45 ഇവിടെ ഷോർട്ട് ബെൻഡൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡ്രെയിനേജ് ലൈനാണ്. ഇവിടെ ഒരു 45 ഷോർട്ട് ബെൻഡൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിൽ ചെയ്യാനുള്ളത് ഈ കാണുന്ന വേസ്റ്റ് വാട്ടറൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാനുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
തുടങ്ങാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ ട്രാപ്പിൽ ഇത് നമ്മൾ 2 ഇഞ്ച് പൈപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം തറയിട്ട് ഫിറ്റിങ്സ് എന്ന് വെച്ചാൽ ഒയ്യും ഷോർട്ട് ബെൻഡും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ കാണുമ്പോൾ 3 ലൈന് നമ്മൾ ഈ ട്രാപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഈ ലെവലിൽ നമ്മൾ വാട്ടർ ലൈൻ ചെയ്യും. വാട്ടർ ലൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ മേനോളിൽ നമ്മൾ പൊക്കി വെച്ചിട്ടുള്ള ഈ 12 ഇഞ്ച് പൈപ്പിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മട്ടത്തിന് നമ്മൾ മണ്ണെല്ലാം ലെവലാക്കിയതിന് ശേഷമാണ് ഈ 4 ഇഞ്ചിൻ്റെ ഡ്രെയിനേജിൻ്റെ വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ പണി തീർന്നതിന് ശേഷമാണ് നമ്മൾ ഈ വാട്ടർ ലൈൻ ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ മച്ചന്മാരെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു കണക്കിനാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഡ്രെയിനേജ്, ഇത് വേസ്റ്റ് ലൈനും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു മാൻ ഹോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കന്നിമൂലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇടണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് ഈ ചെമരിൻ്റെ അവിടെ നിന്ന് ഒരു 1-1.5 മീറ്റർ മാറിയിട്ട് ഇവിടെ നമ്മൾ 2 മാനുവൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഒന്ന് വേസ്റ്റിനും ഒന്ന് ഡ്രെയിനേജിനും 2 മാനുവൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ നമുക്ക് കുഴി വരുന്നത് നേരെ ഇതുവഴി വെട്ടിയിട്ട് ഇതുവഴിയാണ് പുറത്തിറങ്ങേണ്ടത്. നമുക്ക് അകത്തൂടെ വെട്ടി വന്നിട്ട് ഇതാണ് നമ്മൾ വേസ്റ്റ് വെള്ളത്തിൻ്റെ കുഴി വരുന്നത്, ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഡ്രെയിനേജ് വരുന്നത് ആ കാണുന്ന സ്ലാബിലാണ് ഡ്രെയിനേജ് വരുന്നത്. അപ്പോൾ നമുക്കിനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടം വരെ വെട്ടി വെച്ചിട്ട് ഇതിലെല്ലാം ഒന്ന് വാട്ടർ ലെവൽ ചെയ്യാറുണ്ട്. വാട്ടർ ലെവൽ ചെയ്തിട്ട് അടിയിൽ കോൺക്രീറ്റ് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ചാലി ഏകദേശം അങ്ങറ്റം വരെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 മീറ്റർ ഗ്യാപ്പ് ഇട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം മണ്ണ് വെട്ടി താത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വാട്ടർ ലെവൽ നോക്കണം. വേണ്ടി നമ്മൾ കമ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ ചെയ്ത പോലെ ഒരു മട്ടം കൊടുക്കുകയാണ്. ആ ആ നിലവിൽ കൊള്ളാം. വീടാ. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ വാട്ടർ ലെവലെല്ലാം നമ്മൾ എല്ലാത്തിലും മട്ടം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച വരയിൽ തന്നെ നമ്മൾ ഒരു ചരട് കെട്ടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഈ മട്ടത്തിന് ഇങ്ങനെ നൂല് കെട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ താന്നാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതെങ്ങനെ നോക്കാം. അമ്പത് നമുക്ക് 2 പൈപ്പ് വരാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ വീതിക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ കാണും പോലെ എല്ലാം നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന
സ്ലോപ്പിലാണ് നമ്മൾ ഈ കാണുമ്പോഴെല്ലാം മട്ടം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കമ്പിയെല്ലാം മാറ്റുകയാണ്. പിടിച്ചോ. 69 ഇഞ്ച്. ആ ഓക്കെ. ഓക്കെ. 54 ഇഞ്ച്. അറുപത്തൊന്നര ഇഞ്ച്. പിടിച്ചോ. തള്ളു. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിതേപോലെ 4 വേസ്റ്റ് ലൈനും ട്രെയിൻ ലൈനും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വളവിടാത്തതെന്ന് വെച്ചാൽ മാനോള് ഇവിടെ കന്നിമൂല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കന്നിമൂല മാറിയിട്ടാണ് നമ്മളിവിടെ മാനോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്ന് പോണത് ഇത് വേസ്റ്റ് വാട്ടറും ഇത് ഡ്രെയിനേജിനുമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് മാനോളാണ് ഇട്ടത്. പിന്നെ അടുത്ത് നമ്മൾ ഈ സപ്പോർട്ടിലെല്ലാം പുറത്തൂടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യും. ഇവിടെ എല്ലാം കോൺക്രീറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ പൈപ്പിലെല്ലാം ഒന്ന് പാക്കിങ് ചെയ്യും. പാക്ക് ചെയ്തിട്ട് മാനോളുടെ സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്യും നമ്മൾ. അപ്പുറത്തോട് കൊണ്ടുവരാം.
ആ ടാപ്പ് മൊത്തം അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഇതുപോലെ പൈപ്പെല്ലാം ചെയ്ത് ഇതുപോലെ നമ്മൾ സപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുമ്പോൾ മാൻഹോളെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് എല്ലാം പാക്കിംഗ് ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ 12 ഇഞ്ച് പൈപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. ഡ്രെയിനേജിൻ്റെ ഫസ്റ്റ് മാൻഹോളിൽ അതുപോലെ നമ്മളിവിടെ വെച്ച പി ട്രാപ്പിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രെയിനേജിൻ്റെ മാൻഹോളിലെല്ലാം വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാപ്പിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ട്രാപ്പിലും വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാര് നമ്മുടെ ഇതേപോലെ ഡ്രെയിനേജിൻ്റെ ലൈനിൽ നമ്മൾ വേസ്റ്റ് വാട്ടറിൻ്റെ ലൈനിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം സോപ്പെല്ലാം കറക്റ്റ് പക്കയാണ്. അതുപോലെ ഇന്നത്തെ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഇവിടം വരെ കൊണ്ട് ലൈൻ എത്തിച്ചിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ വേസ്റ്റ് ലൈനും. ഇനി നമുക്ക് നാളെ ഈ കാണുന്ന പറമ്പിലാണ് വേസ്റ്റിൻ്റെ കുഴിയും ഡ്രെയിനേജിൻ്റെ കുഴിയും എല്ലാം വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.